പത്മാസ് ടച്ചിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ലക്കത്തിൽ ഞാൻ ഇമോഷണൽ ഇൻ്റലിജൻസിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ഇമോഷണൽ ഇൻ്റലിജൻസ് എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ആർജിക്കാം എന്നുള്ളതിനെ പറ്റി കുറേ ആളുകൾ എന്നോട് ഫോൺ ചെയ്ത് ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഈ ലക്കത്തിൽ എങ്ങനെയാണ് നമ്മൾക്ക് ഇമോഷണൽ ഇൻ്റലിജൻസ് ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് കുറച്ച് ടിപ്സാണ് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. ആദ്യം നിങ്ങൾക്ക് വേണ്ടത് നമുക്ക് ഇമോഷണലി ഇൻ്റലിജൻ്റ് ആവണം എന്ന ഒരു ആഗ്രഹമാണ്. ആഗ്രഹമില്ലാതെ ഒന്നും നടക്കില്ല. ഇപ്പോൾ ചില ആളുകൾക്ക് എന്തിനാണ് ഇങ്ങനെയൊക്കെ ആവുന്നത്, അത്തരമൊരു തീരുമാനം വന്നാൽ പിന്നെ ചേഞ്ച് വരുത്താൻ പറ്റില്ല. അപ്പം നമ്മൾക്കൊരു ചേഞ്ച് ആഗ്രഹം ഉണ്ട്, നമ്മൾ മാറ്റം വരുത്തും, നമ്മൾ ഇമോഷണലി ഇൻ്റലിജൻ്റ് ആവും. ആൻഡ് ദെൻ ഗെറ്റ് മോട്ടിവേറ്റഡ്. ഇമോഷണലി ഇൻ്റലിജൻ്റ് ഞാൻ ആകും എന്ന് പറഞ്ഞാൽ എങ്ങനെ ആകണം എന്നുള്ള വഴി നമ്മുടെ മുമ്പിൽ തുറന്നു വരും. അതിൻ്റെ ഏറ്റവും വലിയ മാർഗ്ഗമാണ് നമ്മളെപ്പറ്റി അറിയാൻ. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇമോഷൻസ് നെഗറ്റീവ് ആകാം, പോസിറ്റീവ് ആകാം. അപ്പം നമുക്ക് നെഗറ്റീവായിട്ടുള്ള കുറേ ഇമോഷൻസ് ഉണ്ടെങ്കിൽ, അത് പോസിറ്റീവായിട്ടുള്ള ഇമോഷൻസും ഉണ്ടെങ്കിൽ, നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക. ഈ എഴുതി വയ്ക്കുന്നതിന് അതിൻ്റേതായ ഗുണങ്ങളുണ്ട്. എഴുതി വയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സെൽഫായിട്ടുള്ളൊരു ഫീഡ്ബാക്കാണത്. രണ്ടാമത് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, എല്ലായ്പ്പോഴും നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസിനെ കുറിച്ച് നമുക്ക് നല്ല ധാരണ ഉണ്ടാവണമെന്നില്ല. പക്ഷേ നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസിനെ കുറിച്ച് മറ്റുള്ളവർക്ക് നല്ല ധാരണ ഉണ്ടാവും. എന്തിനാ ഇയാൾ ഇങ്ങനെ പെരുമാറുന്നത്, ഇല്ലെങ്കിൽ ഇവരെന്തിനാ ഇങ്ങനെ ഇപ്പോൾ ഷൗട്ട് ചെയ്തത്, ഇവരിത്ര ദേഷ്യം കാണിക്കേണ്ട ആവശ്യമുണ്ടോ, ഈ തരത്തിൽ നിങ്ങൾക്ക് മാറണം എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ഫീഡ്ബാക്ക് എടുക്കാൻ നമുക്ക് പറ്റണം. ഞാൻ എങ്ങനെയാണ് പെരുമാറുന്നത്, എൻ്റെ പെരുമാറ്റം മറ്റുള്ളവരെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു, ഈ തരത്തിൽ ഗെറ്റ് ദ ഫീഡ്ബാക്ക് ഫ്രം അതേഴ്സ്. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത് നമ്മൾ ചെയ്യേണ്ടത്, ഈ ഇമോഷണലി ഇൻ്റലിജൻ്റ് അല്ലാത്ത ചില ആളുകൾ, അവർക്ക് ഉണ്ടാകുന്ന നഷ്ടങ്ങൾ, അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പാളിച്ചകൾ, അവരുടെ സൗഹൃദങ്ങൾ അവർക്കുണ്ടോ, അല്ലെങ്കിൽ അവരുടെ ഫാമിലി ലൈഫ് എങ്ങനെയാണ്, ഇതിനെപ്പറ്റി ഒന്ന് പഠിച്ചു നോക്കുക. മുൻകോപം, അഹന്ത, ഈഗോ, ഈ രീതിയിലൊക്കെ സംസാരിക്കുന്ന ആളുകൾ എന്താണ് ലാസ്റ്റ് നേടുന്നത്, അവരുടെ കുഴപ്പങ്ങളൊന്ന് നമ്മൾ പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾക്കിതൊക്കെ ഉണ്ടോ, നമ്മളത് മാറ്റുന്നത് കൊണ്ട് എന്തെല്ലാം ബെനിഫിറ്റ്സ് ഉണ്ടാകും എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അതേപോലെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ ഇമോഷണലി ഇൻ്റലിജൻ്റ് അല്ലാത്ത പല ആളുകളുടെയും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ ഇമ്പൾസീവ് ബിഹേവിയറാണ്. അവർ ചിന്തിക്കുന്നതിന് മുമ്പേ പെരുമാറും, അല്ലെങ്കിൽ വർത്തമാനം പറയും, അല്ലെങ്കിൽ ഷൗട്ട് ചെയ്യും. അതിനുശേഷമാണ് അവരതിനെപ്പറ്റി ആലോചിക്കുന്നത്. ഇത്തരം ഇമ്പൾസീവ് ബിഹേവിയറുള്ള ആളുകളെല്ലാം തന്നെ ഇമോഷണലി ഇൻ്റലിജൻ്റായ എന്ന കാര്യത്തിൽ വളരെ പിന്നിൽ നിൽക്കുന്നതാണ്. പക്ഷെ അവരത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഒരു പരിധി വരെ നമ്മുടെ ബ്രെയിൻ നമ്മുടെ ബിഹേവിയറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഇതിൽ നമ്മുടെ ഇമ്പൾസീവായ ബിഹേവിയർ, കാരണം എടുത്തുചാട്ടം, മുൻപിൻ ചിന്തയില്ലാതെ ആളുകളോട് ഇങ്ങനെ നമ്മൾ പറയില്ലേ, മെക്കിട്ട് കയറുക, അല്ലെങ്കിൽ ഒരു കാര്യം ലോജിക്കലായിട്ട് അറിയുന്നതിന് മുമ്പ് തന്നെ പ്രതികരിക്കുക, ഇതിനെയാണ് ഇമ്പൾസിവിറ്റി എന്ന് പറയുന്നത്. ഈ ഇമ്പൾസീവ് ആക്കുന്നത് നമ്മുടെ ബ്രെയിനിലെ അമിഗ്ഡാല എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഈ അമിഗ്ഡാല നമ്മുടെ ബ്രെയിനിൻ്റെ പിൻഭാഗത്തുള്ളതാണ്. ഈ അമിഗ്ഡാല വളരെ ആക്റ്റീവായിരിക്കുന്ന ആളുകളിൽ വളരെ പെട്ടെന്ന് ഇമ്പൾസീവ് ബിഹേവിയർ ഉണ്ടാകും. ഇപ്പം നമ്മൾ ഒരു കാർ ഓടിച്ചു പോകുന്നു എന്ന് വിചാരിക്കുക, പുറകെ വരുന്നൊരു കാർ ഹോൺ അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മാത്രമല്ല, നമ്മുടെ മുമ്പിൽ കയറി പോകാനായിട്ട് അയാൾ പല പ്രാവശ്യം ശ്രമിക്കുന്നു. നമ്മുടെ മനസ്സിൽ വരുന്ന ആദ്യത്തെ ചിന്ത എന്തായിരിക്കും? ഇയാളെ കയറ്റി വിടൂല, ഇയാൾ എന്ത് അഹങ്കാരിയാണ്. മറിച്ച് നമ്മൾ വിചാരിക്കുകയാണ്, അയാൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യമുണ്ടെങ്കിലോ, അയാളുടെ അമ്മ ഹോസ്പിറ്റലിലാണെങ്കിലോ, അല്ലെങ്കിൽ ഒരു രോഗിയെ കൊണ്ടാണ് പോകുന്നതെങ്കിലോ നമ്മൾ അവരെ കയറ്റിവിടും. ഇത് രണ്ട് തരത്തിലുള്ള ആളുകളുടെ ബിഹേവിയറാണ്. ഈ ആദ്യത്തെ ആൾ ഇമ്പൾസീവാണ്, നമ്മുടെ ചില ധാരണകൾ വെച്ച് മറ്റുള്ളവരെ വിലയിരുത്തുകയാണ്. അവിടെ ഇമോഷൻസ് ആക്ട് ചെയ്യുന്നില്ല, ഇമോഷണൽ അവെയർനെസ്സും ഉണ്ടാകുന്നില്ല, മറ്റൊരാളുടെ ഇമോഷൻസ് മനസ്സിലാക്കാനുള്ള ആ ഒരു കപ്പാസിറ്റി അവർക്കുണ്ടാകുന്നില്ല. മറിച്ച് അവരെ നിയന്ത്രിക്കുന്നത് അമിഗ്ഡാലയാണ്. അതേസമയത്ത് നമ്മൾക്ക് ഇപ്പോൾ ഈ സംസ്കാരവും കൾച്ചറും അതിൻ്റെ വിദ്യാഭ്യാസവും ഒക്കെ ചേർന്ന് നമ്മുടെ ബ്രെയിനിൽ തന്നെ നിയോ കോർട്ടെക്സ് എന്ന് പറയുന്ന ഒരു ഭാഗം ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്, ഡെവലപ്ഡ് ആണിപ്പോൾ. അപ്പോൾ ഈ നിയോ കോർട്ടെക്സ് യുക്തിയോടുകൂടി ചിന്തിക്കുന്ന ഒരു ബ്രെയിനിൻ്റെ ഭാഗമാണ്. പല ആളുകൾക്കും ഈ നിയോ കോർട്ടെക്സ് പ്രവർത്തിക്കുന്നതിൽ അല്പം താമസം നേരിടുന്നത് കൊണ്ടും ഈ അമിഗ്ഡാല നിയോ കോർട്ടെക്സിനെ കയറി ഭരിക്കുന്നത് കൊണ്ടുമാണ് പലപ്പോഴും നമ്മൾക്ക് യുക്തിപൂർവ്വം മറ്റുള്ളവരുടെ ഇമോഷൻസിനെ മനസ്സിലാക്കി നമുക്ക് പെരുമാറാൻ സാധിക്കാതെ വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ അമിഗ്ഡാലയാണ് കുഴപ്പക്കാരെങ്കിൽ
ആ അമിഗ്ഡാലയിലൂടെ വരുന്ന ഇമ്പൾസീവ് ബിഹേവിയറിനെ നിയന്ത്രിക്കാൻ നമ്മൾ നമ്മുടെ ബ്രെയിനിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. അതിന് ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി മനസ്സിലാക്കിയാൽ നമുക്കിത് വളരെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ കമ്പ്യൂട്ടറും എല്ലാം വർക്ക് ചെയ്യുന്നത് അങ്ങനെയല്ലേ. അതുകൊണ്ട് നമ്മൾ ഇമോഷണലി ഇൻ്റലിജൻ്റ് ആകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ സ്റ്റെപ്പുകൾ നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങളുടെ ഇമോഷൻസ് എഴുതി വയ്ക്കുക. മറ്റുള്ളവരുടെ ഫീഡ്ബാക്ക്, നിങ്ങളുടെ ഇമോഷൻസിനെ കുറിച്ച് നിങ്ങൾ അറിയുക. ഇമോഷണലി ഇൻ്റലിജൻ്റ് അല്ലാത്ത ആളുകളുടെ ദോഷങ്ങൾ മനസ്സിലാക്കുക. ഇമോഷണലി ഇൻ്റലിജൻ്റ് ആകുമ്പോഴുള്ള ബെനിഫിറ്റ്സ് അറിയുക. എന്തുകൊണ്ടാണ് നമ്മൾ ഇമ്പൾസീവ് ആകുന്നത്, അത് നിയന്ത്രിക്കേണ്ട ആവശ്യം എന്താണ് എന്ന് മനസ്സിലാക്കുക. നമ്മുടെ യുക്തിയോടെ ചിന്തിക്കുന്ന നിയോ കോർട്ടെക്സിനെ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇത്രയും ചെയ്താൽ ആർക്കും ഇമോഷണലി ഇൻ്റലിജൻ്റ് ആകാം. കാരണം മാറ്റം വരുത്താൻ ആഗ്രഹവും ഉറച്ച തീരുമാനവും മാത്രം മതി. സോ അടുത്ത ലക്കത്തിൽ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.